ഇന്ന് നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആകുന്ന ജാതികളിൽ ഏറ്റവും ബെസ്റ്റ് ഒരു 5 ജാതി നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഏതൊക്കെയാണ്, അതിൻ്റെ അഡ്വാൻറ്റേജുകൾ? അതിപ്പോൾ ജാതിയുടെ പറയുകയാണെങ്കിൽ ഒരു 10-35ഓളം ഇനം ജാതികളുണ്ട്. അത് നമുക്ക് ഓരോ കാലാവസ്ഥയിലും ഓരോ ഇനങ്ങളാണ് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു തൃശ്ശൂർ തൊട്ട് മുകളിലോട്ടാണെങ്കിൽ കടുകമാക്കൻ, അതേപോലെ മുണ്ടത്താനം ജാതി, പുല്ലൻ ജാതി, അതേപോലെ കിങ്, വെൽവെറ്റ്. നിങ്ങൾ ഈ കേരളത്തിലെ കാലാവസ്ഥയിൽ അനുയോജ്യമായ 5 ജാതി, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള 5 ജാതി, അതിൻ്റെ പേര്, അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 5 ജാതികൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒന്നാമത്തെ ഇപ്പം എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് കിട്ടിയൊരു വെറൈറ്റി ജാതിയുണ്ട്. അതിപ്പോൾ കഴിഞ്ഞ കൊല്ലമായപ്പോൾ അതിൽ 50 കായ, ഈ കൊല്ലം 200 കായ ഉണ്ടായി. അപ്പോൾ അത് നല്ലൊരു ജാതിയായിട്ട് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ തൂക്കം എന്ന് പറയുമ്പോൾ ഒരു ഉണങ്ങിയതൊരു 15 ഗ്രാമും, അതേപോലെ ഫ്ലവർ ഒരു 4 ഗ്രാം കിട്ടുന്നുണ്ട്. അപ്പോൾ എണ്ണവും കൂടുതൽ കിട്ടുവാണെങ്കിൽ അത് ഞാൻ ഒന്നാമതായിട്ട് അത് തന്നെ പറയുള്ളൂ. പിന്നെ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ കിങ് ജാതി. കിങ് ജാതി എന്ന് പറയുന്നത് നല്ല വലിപ്പമുള്ള ജാതി. പക്ഷേ എൻ്റെ ഇതുവരെ അതിൻ്റെ ഒരു കാ കിട്ടിയിട്ടില്ല. ഞാൻ അല്ലാതെ കണ്ട് പലരും ഇങ്ങനെ പറഞ്ഞു പരിചരിച്ചതായിട്ടുള്ള കാര്യങ്ങൾ അറിയത്തുള്ളൂ. പിന്നെ മൂന്നാമത് പറയുകയാണെങ്കിൽ പൂത്തറ BA. അത് KU പൂത്തറ എന്ന് പറഞ്ഞത് നമ്മുടെ വൈക്കത്ത് ജോസഫ് ചേട്ടൻ്റെ അവിടെ റെഡിയാക്കി എടുത്തെടുത്തതാണ്. അത് 3. പിന്നെ 4 പറയുകയാണെങ്കിൽ നമുക്ക് മുണ്ടത്താനം ജാതി പറയാം. 5ാമത് കടുകമാക്കൽ ജാതി പറയാം. ഇനി ഇതിൻ്റെ എല്ലാ ഓരോതിൻ്റെ ഗുണവും ദോഷവും ഞാൻ പറയാം. ഇപ്പം ഞാൻ പറഞ്ഞ ആലപ്പുഴ ജാതി ഒരു ദോഷം എന്ന് പറഞ്ഞാൽ, ഇപ്പം അത് ഞാൻ നട്ടിട്ട് 8 കൊല്ലമായി. ആ 8 കൊല്ലമായപ്പോഴും അത് പടർന്ന് കാണുന്നില്ല. വേറെ എൻ്റെ കായ്ക്ക് നമുക്ക് ഗുണവും ദോഷമൊന്നും പറയാൻ ഞാൻ നോക്കിയിട്ട് ഇത് കാണുന്നില്ല. പിന്നെ എൻ്റെ തന്നെ ഒരു വെറൈറ്റി ജാതിയുണ്ട്. അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. വലുപ്പത്തിൽ നിങ്ങളിന്ന് ഡയറക്റ്റ് നേരിട്ട് കണ്ടാണല്ലോ, ആ ജാതിക്കാരെ വലുപ്പം നേരിട്ട് കണ്ടാണല്ലോ. അപ്പം അതിന് ദോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണങ്ങുമ്പോൾ ഇങ്ങനെ അങ്ങ് ചൊള്ളിച്ചിരിക്കും. അതിൻ്റെ ഫ്ലവറും കൊടുത്താൽ ഒരു 5 ഗ്രാം വരെ കിട്ടുന്നതാണ്. പിന്നെ ഞാൻ രണ്ടാമത് പറഞ്ഞ ജാതി എന്ന് പറഞ്ഞാൽ പൂത്തറ B ജാതി. അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെള്ളക്കാമുട്ട് ഭയങ്കരമായിട്ടുണ്ട്. വെള്ളക്കാമുട്ട് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ജാതിയിൽ ഒരു 7000ഓളം കായ ഉണ്ടായാൽ 2000 കായ വെള്ളം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ കാര്യമില്ല. കുറച്ച് ബോറോൺ അഡീഷണൽ കൊടുത്ത് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റുമല്ലേ? ബോറോൺ കൊണ്ട് തന്നെയല്ല, ഫംഗസ് കൊണ്ടും ഇത് വരാറുണ്ട്. അത് ഇപ്പം 4 രീതിയിലാണ് ഇപ്പം ഞാനിങ്ങനെ പലരായിട്ട് പറഞ്ഞും കേട്ടുള്ളൊരു അറിയാം. അത് ഒന്ന് വെള്ളത്തിൻ്റെ കുറവുകൊണ്ട് പൊട്ടും, ബോറോണിൻ്റെ കുറവുകൊണ്ട് പൊട്ടും, ഫംഗസ് കൊണ്ട് പൊട്ടും, ഇനി വെള്ളം കൂടിയാലും പൊട്ടും. ഇങ്ങനെ 4 രീതിയിലാണ് പൊട്ടുന്നത്. പിന്നെ അതിൻ്റെ പിന്നീടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ മുണ്ടത്താനം ജാതി എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലും അത് ഇങ്ങനെ ഏകരം വീശൽ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എണ്ണം കുറച്ചേ വെക്കാൻ പറ്റുള്ളൂ. ഹൈ റേഞ്ചിൽ ഇപ്പം ഞാൻ നോക്കിയിട്ട് ഏറ്റവും യോജിച്ചത് മുണ്ടത്താനം ജാതി. അത് നമുക്ക് ഒരു ഏക്കറിൽ ഒരു 100 തൊട്ട് 120 വരെ വെക്കാം.